ഒരു രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും എങ്ങനെ മായമായി മറയുന്നൂന്നറിയാമോ? ആ കിടിലൻ ചരിത്ര സത്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സമൃദ്ധമായൊരു വലിയ തറവാടൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ തന്നെയുണ്ടായിരുന്നു. ഈ തറവാട് മറ്റെങ്ങുമല്ല, വിദേശികൾ വരുന്നതിനു മുൻപുള്ള സാക്ഷാൽ ഇന്ത്യ തന്നെയാണ്, നമ്മുടെ സ്വന്തം നാട്. അവിടേക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ് ഒരു വിദേശി മേസ്തിരി വരുന്നു. പതുക്കെ അയാൾ ഭരണം പിടിച്ചു. ഇതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം. തറവാട്ടിലെ സമ്പത്ത് ചോർത്താൻ ഈ മേസ്തിരി പ്രധാനമായും 3 സൂത്രങ്ങളാണ് പ്രയോഗിച്ചത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സൂത്രം, ഏറ്റവും മികച്ച മാമ്പഴങ്ങളെല്ലാം അയാൾ സ്വന്തം നാട്ടിലേക്ക് കടത്തി. പാവം വീട്ടുകാർക്കോ വെറും മാങ്ങണ്ടേം. ഇന്ത്യയുടെ അസംസ്കൃത വസ്തുക്കൾ തീരെ തുച്ഛമായ വിലയ്ക്ക് ബ്രിട്ടനിലേക്ക് കടത്തിയ യഥാർത്ഥ ചരിത്രമാണ് ഇത് കാണിക്കുന്നത്. രണ്ടാമത്തെ പണി നോക്കണേ. തറവാട്ടുകാരിൽ നിന്ന് നിർബന്ധിച്ച് പിരിച്ചെടുത്ത ടാക്സ് വെച്ച് അയാൾ അവർക്ക് തന്നെ കൂലി നൽകി. ഇതിലെ തമാശ എന്താണെന്നോ, പാവം ഇന്ത്യക്കാരുടെ നികുതിപ്പണം എടുത്താണ് അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും വരെ കൊടുത്തത്. ഇനി മൂന്നാമത്തെ സൂത്രം, നമ്മുടെ മാമ്പഴം വിദേശത്ത് കൊണ്ടുപോയി അടിച്ച് വില കൂടിയ വിദേശ ജ്യൂസാക്കി അയാൾ തിരികെ കൊണ്ടുവന്നു. അതായത് സ്വന്തം വിഭവങ്ങൾ വെച്ചുണ്ടാക്കിയ വില കൂടിയ ഉൽപ്പന്നങ്ങൾ തന്നെ ഗതിയില്ലാതെ ഇന്ത്യക്കാർക്ക് വലിയ വില കൊടുത്തു വാങ്ങേണ്ടി വന്നുവെന്ന് ചുരുക്കം. സമ്പത്ത് മുഴുവൻ ചോർന്നുപോയതോടെ ദിവസവും ഇത്ര പണിയെടുത്തിട്ടും എന്താ നമ്മൾ പട്ടിണി കിടക്കുന്നതെന്ന ഹൃദയഭേദകമായ ചോദ്യം അവർ ചോദിച്ചു തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ദാദാഭായ് നവറോജെ എന്ന ബുദ്ധിമാനായ കാരണവർ വന്ന് കണക്കു പുസ്തകങ്ങൾ അരിച്ചുപെറുക്കി നോക്കുന്നത്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. നമ്മുടെ സമ്പത്ത് മുഴുവൻ ഒരു സ്പോഞ്ച് പോലെ അവർ വലിച്ചെടുക്കുകയാണ്. ഇത് തന്നെയാണ് പ്രശസ്തമായ ചോർച്ച സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെ വ്യവസ്ഥാപിതമായി ചൂഷണം ചെയ്യപ്പെട്ടുവെന്ന് ഇത് കൃത്യമായി കാണിക്കുന്നു. ഈ വലിയ ചതി മനസ്സിലാക്കിയതോടെ ആ കുടുംബം ഒറ്റക്കെട്ടായി നിന്ന് തങ്ങളുടെ ചരിത്രപരമായ പോരാട്ടം അങ്ങു തുടങ്ങി. ഇതിലെ ഏറ്റവും വലിയ പാഠം എന്താണെന്നോ? പണം നാട്ടിൽ കറങ്ങിയാലേ രാജ്യം വളരൂ, പുറത്തേക്കൊഴുകിയാൽ ദാരിദ്ര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടെ നിർത്താം. ഇന്നത്തെ നമ്മുടെ ആധുനിക സമ്പദ്വ്യവസ്ഥയിൽ ആരുടെ കൈകളിലാണ് ആ സ്പോഞ്ചിരിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ.